ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ആൻറ്റീസ് കിച്ചൻ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമുക്കിന്ന് അടിപൊളി ടേസ്റ്റുള്ള വായിൽ അലിഞ്ഞു പോകുന്ന ചോക്ലേറ്റ് ക്രീമി കേക്ക് ഉണ്ടാക്കിയാലോ? എങ്കിൽ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് 3 എഗ്ഗ് എടുക്കാം. ഒരു ബൗളിലേക്ക് 3 എഗ്ഗും പൊട്ടിച്ചു വയ്ക്കണം കേട്ടോ. പിന്നെ 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് ഫോർക്ക് കൊണ്ട് മിക്സാക്കി കൊടുക്കണം. ഒരു ടീസ്പൂൺ വാനില എസൻസും 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കാം. ഇത് മിക്സാക്കി കഴിഞ്ഞാൽ 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അധികം ലൂസ് ആവണ്ട, പാകത്തിന് മതി. മൈദ മിക്സാക്കി കഴിഞ്ഞാൽ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് തിക്കാക്കി എടുക്കണം. 1 നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് കൊക്കോ പൗഡറും ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലവണ്ണം മിക്സ് ആക്കണം കേട്ടോ. പിന്നെ വേറൊരു പാത്രത്തിൽ 1 കപ്പ് പാലിൽ ഒരു ചെറിയ പീസ് നെയ്യ് ഒഴിച്ച് തിളപ്പിച്ച പാല് ഈ ബാറ്ററിയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ മിശ്രിതം കേക്കിൻ്റെ ബാറ്ററിയിൽ ഒഴിച്ചു കൊടുത്ത് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കണം. പിന്നെ കേക്ക് മോൾഡിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്ത് ഇതിലേക്ക് കേക്കിൻ്റെ ബാറ്ററി ഒഴിച്ചു കൊടുക്കാം. പിന്നെ ബബിൾസ് എല്ലാം ഒന്ന് തട്ടിക്കൊടുത്തോ ഒന്ന് കുത്തിക്കൊടുത്തോ മാറ്റണം. പിന്നെ കേക്ക് ബേക്കാവാൻ ചെമ്പട്ടി ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിൽ ചൂടാക്കി വെക്കണം. അതിൽ ഒരു സ്റ്റാൻഡ് ഇറക്കി അതിലേക്ക് കേക്ക് വെച്ച് കൊടുത്ത് ബേക്ക് ചെയ്യാം. 40-45 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേണം ബേക്ക് ചെയ്യാൻ. അപ്പോഴേക്കും നമുക്ക് ക്രീം തയ്യാറാക്കാം. വിപ്പിംഗ് ക്രീം 1 കപ്പ് എടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പാൽപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അല്പം ഷുഗറും മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. നല്ലവണ്ണം തിക്കാക്കി വേണം എടുക്കാൻ. ഇത് മാറ്റി വയ്ക്കാം. പിന്നെ ബേക്ക് ആവാൻ വെച്ച കേക്ക് ഒന്ന് കുത്തിക്കൊടുത്ത് വെന്തോ എന്ന് നോക്കാം. കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു പാനിലോട്ട് അല്പം മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ ഷുഗർ പൊടിച്ചത് ആഡ് ചെയ്യാം. അല്പം മിൽക്ക് മെയ്ഡ്, 1 ടീസ്പൂൺ കോൺഫ്ലവർ, 1 നുള്ള് ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ 1 പാക്കറ്റ് ഡയറി മിൽക്ക് പൊടിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കൊക്കോ പൗഡറും കൂടി ചേർത്ത് നല്ലോണം മിക്സാക്കി സ്റ്റൗ കത്തിച്ച് തിക്ക് ആൻഡ് ക്രീമി രൂപത്തിൽ ആക്കിയെടുക്കണം. ഇത് തണുക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം. കേക്ക് 3 ലെയറായി ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് സെറ്റാക്കി എടുക്കാം. ഫസ്റ്റ് ലെയറായ ഒരു കേക്ക് വെച്ച് കൊടുത്ത് മുകളിൽ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യാം. കേക്കിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം ഒഴിക്കണ മുമ്പ് ഷുഗർ സിറപ്പ് ഒഴിക്കുന്നവർക്ക് ഒഴിക്കാം. ഞാൻ ഷുഗർ കൂടുമല്ലോ എന്ന് കരുതി ഒഴിച്ചിട്ടില്ല. ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കേണ്ടവർക്ക് ഒഴിക്കാട്ടാ. പിന്നെ സെക്കൻഡ് ലെയർ വെച്ച് കൊടുത്ത് പിന്നെയും വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം.
പിന്നെ മൂന്നാമത്തെ ലെയറും വെച്ച് വിപ്പിംഗ് ക്രീം തേച്ച് പിടിപ്പിക്കാം കേക്കിൻ്റെ എല്ലാ ഭാഗത്തും. ഇതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ക്രീം ഒഴിച്ചു കൊടുക്കാം. കേക്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒഴിച്ചു കൊടുത്ത് ഫ്രീസറിൽ 2 മണിക്കൂർ വെച്ച് സെറ്റാവണം. കേക്ക് സെറ്റായി കഴിഞ്ഞാൽ മുറിച്ച് കഴിക്കാം. വളരെ ടേസ്റ്റിയാണ് ഈ കേക്ക് കഴിക്കാൻ. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. ചോക്ലേറ്റ് ക്രീമി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെയുള്ള റെസിപ്പിക്ക് ആൻറ്റീസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്യുക. വീഡിയോ സ്കിപ്പ് ആവാതെ കാണണേ. താങ്ക് യു ഫ്രണ്ട്സ്. അസ്സലാമു അലൈക്കും.